അവർക്ക് നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോ കണ്ടു. അതായത് അരുണിൻ്റെ പെണ്ണിൻ്റെ അവിടെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു എന്ന്. അതായത് ഇവൻ കല്യാണം കഴിക്കുന്നുണ്ടോയെന്ന്. ഇവൻ അമ്മാതിരി വലിയ ഭൂരോഗമായി ഗുണാപ്പ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ ഒരാളെയും ഞാൻ വിളിച്ചിട്ടുമില്ല, എനിക്ക് വിളിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇവരെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ തിരിച്ചത് പറഞ്ഞിരിക്കും. പിന്നെ മോളെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നീ ഓനെ കല്യാണം കഴിപ്പിക്കുക. നിൻ്റെ സ്റ്റെപ്പായിട്ടില്ല ഓനെ എങ്ങനെയാണ് നീ കല്യാണം കഴിപ്പിക്കുക. പിന്നെ ഈ പറയുന്ന അരുണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കൂടെ നീ അരുണിനെ ഒരു ദിവസമെങ്കിലും കിടക്കാൻ വിടുകോടിയാ? എവിടെ? അതുകൊണ്ട് ഞങ്ങളൊന്നും ആ കാര്യത്തിൽ തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, നിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. പറയുന്നതിൽ തെറ്റുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ പറ. പിന്നെ അരുണിൻ്റെ വീഡിയോ കണ്ടു. അതായത് അരുണിൻ്റെ അനിയൻ ആരോ ഏതോ ഭൂലോക ചർച്ചയാന്ന്. എനക്ക് ആരായാലും എനക്കെന്ത്? ഞാൻ അതാ ആലോചിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവൻ്റെ അനിയനല്ല, ഇനി ഇവൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ്റെ അച്ഛൻ രണ്ടാന്ന് പറയുന്നുണ്ട്. ഇവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിലെല്ലാം പ്രശ്നം. ഇവൻ്റെ അച്ഛന് പ്രശ്നമൊന്നുമില്ല. രണ്ട് വെളിയിലെ മക്കളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴത്തെ വെളിയിൽ കുട്ടികളുണ്ടോയെന്നല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ, അരുണിൻ്റെ അച്ഛൻ രണ്ടായതുകൊണ്ട് ഇങ്ങൾക്കൊക്കെ പറയാനുള്ള പിന്നെ മറ്റുള്ള ആൾക്കാരെ പറയാനുള്ള ഇതുണ്ടാ, വോയിസ് ഉണ്ടാ? എന്ത് വോയിസാണോ നിനക്കൊക്കെ ഉള്ളത്? എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അതാ ആലോചിക്കുന്നത്. പിന്നെ പറയുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ അരുണിനെ കല്യാണം കഴിക്കുന്ന വീട്ടിൽ അവിടെ എവിടെയോ ഞാൻ വിളിച്ചു ചോദിച്ചിന്, നിനക്കൊക്കെ ആരാ ഈ പെണ്ണ് തരുന്നത്? അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതിന് സമ്മതിക്കുവോ? നിൻ്റെയൊക്കെ വീഡിയോ, അതായത് നീയൊക്കെ പറയുന്ന അലവലാദിത്തരം, അത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയുന്നതല്ലേ, സിതാ പാലക്കൽ എന്ന വ്യക്തി പറഞ്ഞല്ല ഈ അരുണിനെ പറ്റിയിട്ട്. അരുണ് തന്നെ പല ആൾക്കാരെയും വൃത്തികെട്ട്, അതായത് പ്രിയ, ഷഫീന ബീവി, അതുപോലെ തന്നെ ശ്രീലേച്ചി, ഇവരെയൊക്കെ പറയുന്ന വീഡിയോസ് എടുത്തിട്ട് പൂശണാ, വേണ്ടിക്കൽ പറയടാ. ഇത്രയും വൃത്തികേട് പറയുന്നത് ലോകത്ത് വേറെ ഒരാണും ഉണ്ടാവില്ല. നിനക്ക് പൊള്ളിയത് നീ ജസ്നേനെ പറഞ്ഞത് കൊണ്ടാണ് അല്ലേ? നമ്മൾ ജസ്നേന ഗുരുവായൂർ അമ്പല വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പറഞ്ഞതുകൊണ്ട്, പോരാഞ്ഞിട്ട് ഹരിതേനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതൊന്നും നിൽക്കൂല, കൂട്ട് നിൽക്കൂല. കാരണം അതങ്ങനെയാണ്. പെൺകുട്ടികളെ മനസ്സ് നമുക്ക് നല്ലോണം അറിയാം. നിന്നെപ്പോലെ ഉള്ള ഏത് ഗുണാപ്പിനും തറയിലുള്ള പെൺകുട്ടികളെ കിട്ടുമെന്നുള്ളത് അതെല്ലാവർക്കും അറിയാം. ഞാനായിട്ട് പറയേണ്ട ഒരാവശ്യമില്ല. കാരണം ജസ്നക്ക് സലീമിനെ കിട്ടിയില്ലല്ലോ, അതിലിപ്പരമില്ലല്ലോ. കാരണം 10-18ഓളം പീഡന കേസ്. എന്നിട്ടോ കെട്ടിയിട്ട് പീഡിപ്പിച്ച വേറെ, ഉപ്പാൻ്റെ ഫ്രണ്ട് പീഡിപ്പിച്ച വേറെ, ഇതൊക്കെ കഴിഞ്ഞിട്ടും സലീമിനെ തന്നെ വെച്ചിരിക്കുന്നില്ലേ? അപ്പോൾ നിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടടാ? നീ എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നീ അതൊന്നും പറഞ്ഞിട്ട് നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കണ്ട. നിൻ്റെ അനിയൻ ആരാണെങ്കിലും എനിക്കൊരു വെറും പുല്ലാന്ന്. അതുകൊണ്ട് നീ ഇമ്മാതിരി ഡയലോഗ് ഇങ്ങോട്ട് എടുക്കണ്ട, മനസ്സിലായനാ? ഞാൻ നിങ്ങളെ ഈ അരുണ് കല്യാണം കഴിച്ചോ അല്ലെ ജസ്ന വേറെ ഒരുത്തൻ്റെ കൂടെ പോയിനൊന്നും നോക്കലല്ല നമ്മളെ പണി. നീ വീഡിയോ എന്നെ പറ്റിയിട്ട് ഇടുന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വിടുന്നത്. എൻ്റെ അമ്മേനെ പറ്റിയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിടാതെ പിന്തുടരുന്നത്, മനസ്സിലായിനാ? ഇനി നിനക്കൊന്നും പറയേണ്ട വോയിസ് ഇല്ല. നീ ഷഫീന ബീവിനെ കാല് ചട്ടയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എനിക്ക് ഒരു 5 മിനിറ്റ് മതി. നീ ഡ്രൈവർ പണിയല്ലേ? ആക്സിഡൻ്റ് ആകാൻ ഒരു 5 ദിവസം മതി കിടന്നു പോവാൻ. ആൾക്കാരുടെ ശാപം അങ്ങനെയുണ്ട്. ഒന്നും നല്ല ദൈവത്തിനെ തട്ടിമുട്ടി പ്രാർത്ഥിച്ചോ ഒന്നും വരാതിരിക്കേ, അത്രയേ ഉള്ളൂ. കേട്ടാ മോനെ? പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പ്രിയനെയൊക്കെ ഭയങ്കര പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഒരു അഭ്യർത്ഥന, അതായത് നിങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിച്ചോളുക. ഇമാതിരി ചെറ്റകളെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. സ്റ്റെപ്പിനി വേറെ, അപ്പിനി വേറെ, മപ്പിനി വേറെ, ഇങ്ങനെയാണ് ഉണ്ടാകുക. പിന്നെ എല്ലാ ഹിന്ദുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഒരുവിധം ഗ്രൂപ്പിലെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിലും, കേരളം ഒട്ടുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സമ്മതവും പറഞ്ഞിട്ടുണ്ട്. അതായത് ജസ്ന സലീമിൻ്റെ ഫോട്ടോ അതിനി വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും ഹിന്ദുക്കൾ ഇത് അണിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നിങ്ങൾ കണ്ടോ, അത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ വലിയ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അരുണേട്ടൻ്റെ കല്യാണം. അരുണേ, നിൻ്റെ കല്യാണം മുടക്കിയിട്ടൊന്നും നമുക്ക് ഉപജീവന മാർഗം ജീവിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കെട്ടുന്ന ഓള് സമ്മതിക്കണം.
കാരണം വേറൊന്നും കൊണ്ടല്ല, നീ ജസിമോളെ പറപ്പിക്കലും എടുപ്പിക്കലൊക്കെ കാണുന്നത് ഏത് പെൺകുട്ടികൾക്കും അരോചകം തന്നെയായിരിക്കും. അതുകൊണ്ട് കേട്ടുന്ന ആൾക്കാർക്ക് നമോ ഭാഗം. ഇത്രയേ ഉള്ളൂ.